ശരീരത്തിനകത്തുള്ള എന്റെ റൂഹാണ് എന്റെ വ്യക്തിത്വമാകുന്ന സത്ത. അതല്ലാതെ എന്റെ ജീവനോ എന്റെ ശരീരത്തിലുള്ള അവയവങ്ങളോ ചില രാസവസ്തുക്കളോ അല്ല ഞാൻ. അതെല്ലാം എന്റെ മരണശേഷം ഇവിടെ അവശേഷിക്കുന്നുണ്ട്. അപ്പൊ എന്റെ ശരീരത്തിലുള്ള അവയവങ്ങള് മറ്റൊരാളിലേക്ക് എടുത്തു വെച്ചാൽ എന്റെ മരണശേഷവും അത് ജീവനോടുകൂടെ പ്രവർത്തിക്കും. പക്ഷെ അതേ സന്ദർഭത്തിൽ പിന്നീട് വ്യക്തിത്വം എന്നുള്ള ആ സത്തയാണ് മരണസന്ദർഭത്തിൽ എന്നിൽ നിന്ന് നഷ്ടപ്പെടുന്നത്. ആ വ്യക്തിത്വം എന്നുള്ള സത്തയാണ് നമ്മൾ ആത്മാവ്, അല്ലെങ്കിൽ എന്നെ മനുഷ്യനാക്കുന്ന ഘടകം, അല്ലെങ്കിൽ ആത്മാവ് എന്നല്ല നമ്മൾ വിളിക്കുന്നത്. ആ ആത്മാവ് ഉള്ളത് കൊണ്ടാണ് മനുഷ്യൻ ഏറ്റവും ഉന്നതമായിട്ടുള്ള സൃഷ്ടിയായിട്ട് മാറാനുള്ള കാരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ മനോഹരമായിട്ട് പറഞ്ഞു, യസ്അലൂനക അനിർ റൂഹ്, അവർ നിന്നോട് ആത്മാവിനെ സംബന്ധിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഖുലിർ റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതു മിനൽ ഇൽമി ഇല്ലാ ഖലീല. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ്. അത് മാത്രമല്ല, അതിനെ സംബന്ധിച്ച് ഒരല്പം അറിവ് മാത്രമേ ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളൂ. സുബ്ഹാനല്ലാഹ്. ആ ആത്മാവ് എന്നുള്ളത് നമ്മളാക്കുന്ന നമ്മുടെ വ്യക്തിത്വമാകുന്ന ആ സത്ത അടങ്ങിയ നമ്മുടെ ആത്മാവ് എന്നുള്ളത് അത് അള്ളാഹുവിന്റെ സമീപത്തായിരുന്നു. അത് മലക്ക് ഗർഭപാത്രത്തിൽ, മാതാവിന്റെ ഗർഭപാത്രത്തിൽ ശരീരം രൂപപ്പെടുന്ന സന്ദർഭത്തിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് ആ ആത്മാവ് അള്ളാഹുവിന്റെ സമീപത്തായിരുന്നു. ആ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ റൂഹുകളെല്ലാം നിരത്തി നിർത്തി. നമുക്കറിയാം, ഇന്ന് നമ്മൾ പല പ്രായത്തിലുള്ള ആളുകളാണ് ഇവിടെ കാണുന്നത്. പക്ഷേ റൂഹാകുന്ന സന്ദർഭത്തിൽ നമുക്ക് പ്രായമൊന്നുമില്ലാതെ ലോകത്തുള്ള സർവ്വ മനുഷ്യരുടെ ആത്മാക്കളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല നിരത്തി നിർത്തി. ഏതുപോലെ എന്ന് വെച്ചാൽ, ഈ ലോകത്തോട് നമ്മൾ വിട പറയുന്ന സന്ദർഭത്തിൽ, എല്ലാം നശിക്കുന്ന സന്ദർഭത്തിൽ വീണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതേ രൂപത്തിൽ ആത്മാവും ശരീരവും ചേർന്ന് നമ്മളെ ഇതേ രൂപത്തിൽ നിരത്തി നിർത്തും. അതിനു മുമ്പായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആത്മാക്കളെ മാത്രം നിരത്തി നിർത്തിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചതായിട്ട് പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മൾ പറയുന്നുണ്ട്. സൂറത്തുൽ അറാഫ്, വഇദ അഖദ റബ്ബുക മിൻ ബനി ആദം തുടങ്ങുന്ന വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ ആത്മാക്കളോടും ചോദിച്ചു, അലസ്തു ബി റബ്ബിക്കും, ഞാനല്ലയോ നിങ്ങളുടെ റബ്ബ്, ഞാനല്ലയോ നിങ്ങളുടെ രക്ഷിതാവ്. ആ സന്ദർഭത്തിൽ മുഴുവൻ ആത്മാക്കളും പറഞ്ഞു, ബല ഷഹിദിന, നീയാണ് ഞങ്ങളുടെ റബ്ബെന്ന് നമ്മൾ അവിടെ അള്ളാഹുവിന് മുമ്പിൽ സാക്ഷ്യം വഹിച്ചു എന്നുള്ള. റൂഹിനോട് അള്ളാഹു ഉണ്ട് എന്ന് പ്രഖ്യാപിക്കാനല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത്, മറിച്ച് ഞാനല്ലയോ, അള്ളാഹു അല്ലയോ നിങ്ങളുടെ റബ്ബ്, നിങ്ങളുടെ യജമാനൻ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. അപ്പൊ അള്ളാഹു ഉണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ കൺമുമ്പിൽ ഉണ്ട്. അപ്പൊ ഞാൻ ഒരാളോട്, എന്റെ സുഹൃത്തിനോട് പോയിട്ട് ഞാനില്ലേ എന്ന് ഞാൻ അവനോട് ഒരിക്കലും ചോദിക്കില്ല. കാരണം അത് അസംബന്ധമാണ്. കാരണം ഞാൻ ഉണ്ട് എന്നുള്ളത് അവൻ കൺമുമ്പിൽ കാണാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടെന്നുള്ള ബോധം റൂഹിന് ഫിത്രയായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്.